ഈ മാർക്കോ ഫിലിമിൻ്റെ ഇഷ്യൂ അറിഞ്ഞു കാണുമല്ലോ. ഉണ്ണിമൂന്നിൻ്റെ സിനിമ ഒരു സോങ് പുറത്തോട്ട് വിട്ടിരുന്നു. ആ സോങ്ങിൽ വോക്കൽ മിക്സിങ്ങിൻ്റെ അകത്ത് ഇഷ്യൂ വന്നിട്ടുണ്ട്. ഡബ്സിയാണ് പാടിയത്. ഡബ്സി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ ഫോട്ടോ ആണെങ്കിൽ അറിയാൻ മേലാത്തവർക്ക് കണ്ടാൽ മനസ്സിലാവും, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്ട്. പക്ഷേ ആ വോക്കൽ മിക്സിങ്ങിൻ്റെ അകത്ത് പ്രോബ്ലം വന്നിട്ട് സൗണ്ട് പതറി പോകുന്നുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഭയങ്കര പ്രശ്നങ്ങളായ സോഷ്യൽ മീഡിയ ആളുകളെല്ലാം കമൻറ്റ് വന്ന് അവർ ആ സോങ് നിലനിർത്തിക്കൊണ്ട് ആ സെയിം സാധനം തന്നെ വേറൊരു വേർഷൻ ഇറക്കി. ഡബ്സി വേർഷൻ അവിടെ നിർത്തിയിട്ട് ദെൻ വെങ്കി വേർഷൻ ഇറക്കി, സന്തോഷ് വെങ്കി വേർഷൻ ഇറക്കി. രണ്ട് വേർഷനും ഉണ്ട്. വെങ്കി വേർഷനാണ് കുറച്ചുകൂടെ ക്ലിയർ. ഡബ്സി വേർഷനകത്ത് മിക്സിങ്ങിൻ്റെ അകത്ത് വോക്കൽ മിക്സിങ്ങിൻ്റെ അകത്ത് ഇഷ്യൂ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡബ്സി തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വോയിസ് ഔട്ടിട്ടായിരുന്നു. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഡബ്സിയാണ്. പിന്നെ ഒരു ചെറിയ ഇമ്പോർട്ടന്റ് കാര്യം അപ്ഡേറ്റ് ചെയ്യണോന്ന് വിചാരിച്ചേക്കാം. വേണോ വേണ്ട വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാൻ വിചാരിച്ചു. എന്തായാലും മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമനെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ ഇവിടെ നടന്ന് എയറിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഇത് പറയാനുള്ള എന്താ വെച്ചാല്, ഇതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർക്ക് ഞാൻ ചോദിച്ച കായ് അവർക്ക് തന്ന് ഞാൻ പോയി പ്ലേ ബാക്കൊക്കെ പാടി കൊടുത്ത് പോന്നു. അതിനുശേഷം ഞാൻ അത് റിമൂവ് ചെയ്യേ, അത് വെക്കുക. അതിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. ഇതിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സംഭവമായിട്ട് ഞാൻ പറയണം. ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിലോ, ഐ ആം ജസ്റ്റ് എ പ്ലേ ബാക്കിംഗ് എന്നുള്ളൊരു മൂഡിൽ മാത്രമാണ് പാട്ട് ചെയ്ത്. അതിന്റെ കമ്പോസറും മറ്റേ ഇതൊന്നും ഞാനല്ല. അപ്പോൾ അതിന്റെ പോരായികകൾ തീർക്കല് ആ വ്യക്തിയുടെ, ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ്. ലൈക്ക് എ ഡയറക്ടർ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. സോ ഇറ്റ്സ് ഇതിനെ ബാധിക്കുന്ന കേസല്ലാന്ന് പറയാണ്. ഒരു വ്യക്തികളോട് പോയിട്ട് പോലും ഒരു കൊളാബറേഷൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് വന്നിട്ടില്ല. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഇത്രയും പാട്ടുകൾ ചെയ്തു, ഇതിന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങളോട് പറയണം തോന്നി. ദാറ്റ്സ് വൈ ഐ ആം സേയിങ്. ലൈക്ക് ഞാൻ ഒരു ചെറിയ യൂറോപ്പ് യാത്രയുടെ ഇടയിലായിരുന്നു. സോ 2-3 പാട്ടുകൾ ഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കും. See you guys. Thank you so much for the support. Oyoka. ഡബ്സി അതങ്ങ് ഒഴിഞ്ഞു. കാരണം പുള്ളി പറഞ്ഞത് പുള്ളിക്ക് ഇതിൻ്റെ അകത്ത് പുള്ളി കായ് മേടിച്ച് പുള്ളി ചെയ്ത് കൊടുത്തിട്ട് പോകുന്നു. പിന്നെ അത് നല്ലതാക്കുമോ ചീത്തയാക്കുമോ എന്നൊക്കെ ഉള്ളത് മ്യൂസിക് ഡയറക്ടറിൻ്റെ, ഫിലിം ഡയറക്ടറിൻ്റെ ഒക്കെ ഡ്യൂട്ടിയാണ്. അത് തന്നെ ബാധിക്കില്ല, തൻ്റെ കരിയറെ ബാധിക്കില്ല എന്ന് നമ്മോട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുക, നിങ്ങൾക്ക് ഇഷ്ടമില്ല ഇഷ്ടപ്പെടണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, അത് അവരുടെ ഡ്യൂട്ടിയാണ്, പുള്ളിയുടെ ഡ്യൂട്ടി അല്ല. പുള്ളിക്കിപ്പം പാടിക്കൊടുക്കാനല്ലേ പറ്റുള്ളൂ. മ്യൂസിക് ഡയറക്ടറായിട്ട് പുള്ളിനകത്ത് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഡബ്സിയുടെ കരിയറിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ബാധിക്കും. കാരണം ഇത് ക്രൗഡ് കേട്ടിട്ടാണ്, ഒരു പബ്ലിക്, സോഷ്യൽ മീഡിയ പബ്ലിക് ഇത് കേട്ടിട്ടാണല്ലോ ഇത് മോശമാണ്, ഇതിൻ്റെ വോക്കൽ മിക്സിങ്ങിൻ്റെ അകത്ത് ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് പബ്ലിക്കാണല്ലോ. അങ്ങനെയാണല്ലോ അവർക്ക് മാറ്റേണ്ടി വന്നത്. അങ്ങനെ വരുമ്പം മാർക്കോ ഇറങ്ങിക്കഴിയുമ്പം മാർക്കോയിൽ ആദ്യം പാടിയിട്ട് എടുത്തു കളഞ്ഞ സിംഗർ എന്നുള്ള ഒരു പേര് വരാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പം തന്നെ ഡബ്സിയെ നല്ല രീതിയിൽ എയറിലാക്കുന്നുണ്ട്. അത് ഈ ഒരു കാരണം, ഡബ്സി ഇങ്ങനെയാണ് അങ്ങനെയാണ്. കമൻറ്റ് ബോക്സ് എടുത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫിലിം ടീം അതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. ഇപ്പം നമ്മൾക്കിടയിലോട്ട് മാർക്കോ എന്നൊരു പടം വരുന്നുണ്ടെന്നും അത് ഉണ്ണിമോൻ തന്നെയാണെന്നും എന്ന് പറഞ്ഞ് ഇതൊരു PR വർക്കിൻ്റെ ഭാഗമാണോ എന്ന് നമുക്കറിയത്തില്ല. എങ്ങനെ ഒരു പടം തട്ടിക്കൂട്ടി കഴിയുമ്പോൾ ഈ പടം ഒരു 10 പേരിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള എന്തെല്ലാം തന്ത്രം ഉപയോഗിക്കണ്ടേ. ഒരു തവണ ഉപയോഗിച്ച തന്ത്രം വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് കോൺട്രവേഴ്സി ഉണ്ടാക്കുക. ഇവരുടെ തന്നെ PR ടീമിൻ്റെ കുറച്ച് ആൾക്കാർ സോഷ്യൽ മീഡിയ ഈ മെസ്സേജ് ബോക്സിൽ വരുന്ന അണ്ണന്മാരുണ്ടല്ലോ, ഇഷ്ടംപോലെ അണ്ണന്മാരുണ്ട്. അവർ വന്ന് ഇതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഡബ്സി ഫാൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ണിമൂന്തൻ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ടഗ് ഓഫ് വാർ നമ്മുടെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പടം വരുമ്പം 10 പേരിലോട്ട് എത്തിയില്ലേ. അങ്ങനെ ഒരു മെത്തേഡാണോ നമുക്കറിയത്തില്ല. എന്താണേലും ആ സോങ്ങിന് പ്രശ്നമുണ്ട്. പല സൗണ്ട് എഞ്ചിനീയേഴ്സ് ഇത് പറയുന്നുണ്ടായിരുന്നു വോക്കൽ മിക്സിങ്ങിൻ്റെ അകത്ത് ഇഷ്യൂ ഉണ്ടെന്ന്. ഞാൻ എന്നെക്കുറിച്ച് അന്വേഷിച്ചോ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അതാണ്. ഇപ്പോൾ ഈ പറയുന്ന വെങ്കി ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണെന്ന് പറയുന്നത്. പക്ഷേ ഉണ്ണിമൂന്നിൻ്റെ ഈ മാർക്കോ ടീം ഈ പറഞ്ഞ ഡബ്സി ചെയ്ത സാധനം എടുത്ത് കളഞ്ഞിട്ടില്ല. പക്ഷേ എടുത്ത് കളഞ്ഞ പോലാണ് സോഷ്യൽ മീഡിയ ടോക്ക് നടക്കുന്നത്. കാരണം അവർ ആ വേർഷൻ നിലനിർത്തിക്കൊണ്ട് വെങ്കി വേർഷൻ 2ാമത് പ്ലേസ് ചെയ്തു. ഇപ്പോൾ വെങ്കിയും പണക്കുന്നില്ല, ഡബ്സിയും പിറക്കുന്നില്ല, അവരുടെ ഫാൻസിനെയും പണക്കുന്നില്ല, ഇവരുടെ ഫാൻസിനെയും പണക്കുന്നില്ല. ഉണ്ണിമൂന്നിൻ്റെ പടം ഇറങ്ങുകയും ചെയ്യും. ഇത് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ളൊരു മൂവിയാണെന്നാണ് പറയുന്നത്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് കാണാനല്ല എന്നൊക്കെ പറയുന്നത് കേട്ട്. സത്യാവസ്ഥ നമുക്കത് സിനിമയല്ല, ഒരുപാട് റൂമേഴ്സ് പറഞ്ഞു പോകും. പടം ഇറങ്ങുമ്പോൾ അറിയാം പബ്ലിക്കിന് ഇതെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇവർ മാക്സിമം പുള്ളി ചെയ്ത് പബ്ലിക്കിന് മുമ്പോട്ട് എത്തിക്കുക. ഉണ്ണിമൂന്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പബ്ലിക്ക് ശ്രദ്ധിക്കുന്ന ഒരു ആക്ടറാണ്. പടം പബ്ലിക് ഒരു 50% ഇഷ്ടപ്പെട്ടെങ്കിൽ പടം ഓക്കെ എന്ന് പറയും. 75% ഇഷ്ടപ്പെട്ടെങ്കിൽ പടം സൂപ്പറാണ്, കയറി വരും.
മോർ ദാൻ 75% സൂപ്പർ അടിപൊളി ബമ്പർ ഹിറ്റ് ബോക്സ് ഓഫീസിൽ 100 കിടക്കും എന്ന് പറയും. എങ്കിലും പടം ഉടൻ തന്നെ കാണും തോന്നും. ഡബ്സിക്ക് ഇഷ്ടം പോലെ പാട്ടല്ല, ഇതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ലല്ലോ. ഈ ഒരു പാട്ടില്ല, പുള്ളിയുടേതായ തട്ടകമുണ്ട്. കരിയർ ഡെവലപ്പ് ചെയ്ത മനുഷ്യനാണ്. പുള്ളിയെ സംബന്ധിച്ച് ഇതൊന്നും ബാധിക്കില്ല. ഇഷ്യൂസൊക്കെ വന്നാലും ഇതൊക്കെ പെട്ടെന്ന് തന്നെ നല്ലൊരു ഹിറ്റ് സോങ് വരുന്നതോടെ ഇതൊക്കെ മാറും. അതാണല്ലോ നമ്മൾ കാണുന്ന അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.